പ്രതികളുടെ മൊഴി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട തെളിവുകൾ, അതിനും അപ്പുറത്തേക്ക് ഈ ജീവനക്കാരുടെ മൊഴികൾ ഉണ്ടായിരുന്നു എന്നുകൂടി പറയുമ്പോൾ അതെല്ലാം ആ തരത്തിലേക്ക് കൃത്യമായി അതിന്റെ ഇഴകീറി പരിശോധിച്ച് കാര്യങ്ങളിലേക്ക് പോയതിനു ശേഷമാണ് ഇന്ന് ഈ നടപടിയിലേക്ക് SIT കടന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഉമേഷ്? തീർച്ചയായും ജീവനക്കാരുടെ മൊഴിയും ഇതിൽ നിർണായകമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിക്കുന്നത് അത് തന്ത്രിയുമായുള്ള ബന്ധമാണ്. തന്ത്രിയുമായുള്ള നേരിട്ടുള്ള ബന്ധം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ ഈ നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വൈര്യവിഹാരം നടത്താവുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് ഈ തന്ത്രിയുമായുള്ള ബന്ധമാണ്. ഭരണസമിതികൾ മാറി മാറി വന്നിരുന്നു. കോൺഗ്രസ് ഭരണസമിതി വന്നിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ അംഗങ്ങൾ പ്രസിഡന്റായും അംഗങ്ങളായും വന്നു. അതിനുശേഷം LDFന്റെ ഭരണസമിതി വന്നു. അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള വ്യക്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് അത് കണ്ഠരര് രാജീവർ എന്ന ഈ തന്ത്രി തന്നെയായിരുന്നു. തന്ത്രി അത്രത്തോളം ശക്തനാണ്. തന്ത്രി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആളാണ്. ഈ വിശ്വാസികൾക്കിടയിൽ ഈ ഒരു അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന ആ വ്യക്തി കൂടിയാണ്. അങ്ങനെയാണ് തന്ത്രിയെ കാണുന്നത്. ആ രീതിയിൽ തന്ത്രിയെ കാണുമ്പോൾ അവിടെ തന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് കാര്യങ്ങളും അവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തുടങ്ങിയതാണ് ഈ ബന്ധം, അതിൽ തുടങ്ങിയതാണ് ഈ കൊള്ളയിലേക്കുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനോ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനോ ഓരോ കൃത്യമായി ശബരിമലയിലെ എന്ത് സാധന സാമഗ്രികൾ കൊണ്ടുപോകണമെങ്കിലും അത് പൂജാ കാര്യങ്ങളാകട്ടെ എന്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രിയാണ്. തന്ത്രിയുടെ വാക്കില്ലാതെ, തന്ത്രിയുടെ അനുകൂലമായ ഉത്തരവില്ലാതെ പോകാൻ കഴിയില്ല, മാറാൻ കഴിയില്ല. ആ രീതിയിൽ തന്ത്രിയുടെ അനുവാദമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ശബരിമലയിൽ നിന്നുള്ള ജീവനക്കാരുടെ കൂടി മൊഴി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചനയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓരോ നീക്കങ്ങളുമാണ്. ആ നീക്കങ്ങൾക്ക് കൂട്ടുനിന്നത്, നീക്കങ്ങൾക്ക് മൗന സമ്മതം നൽകിയത്, നീക്കങ്ങളുടെ പങ്ക് പറ്റിയത് ഈ തന്ത്രിയാണ്. തന്ത്രിയുടെ ഇടപെടലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. SITയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർണായക നീക്കം, തന്ത്രി അറസ്റ്റിലായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.